എറണാകുളം കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി അരുണാചൽ സ്വദേശി മിച്ചി മാർപ്പുവിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥികൾ. കോളേജിന്റെ ഗേറ്റ് തുറന്ന് അകത്തുകയറിയ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഉപരോധിക്കുകയാണ്. മാർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണം, മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഒരു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും തന്റെ സഹപാഠിക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ മുതലാണ് കോളേജിന് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുമ്പിലാണ് അവർ ഉപരോധം നടത്തുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? എന്താണ് നിലവിലെ സ്ഥിതി? തീർച്ചയായും രാവിലെ മുതൽ തന്നെ കനത്ത പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് കോതമംഗലം MA കോളേജ് ക്യാമ്പസിൽ ഉണ്ടായത്. രാവിലെ നല്ല മഴയായിരുന്നു. ആ മഴയത്ത് പോലും സമരവീര്യത്തിനൊരു കുറവും ഉണ്ടായില്ല. സഹപാഠിയുടെ മരണത്തിന് കാരണക്കാരായവർ അവർക്കെതിരെ നടപടി വേണം, മാനേജ്മെന്റ് ഇതിന് ഉത്തരം പറയണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ രാവിലെ മുതൽ തന്നെ MA കോളേജ് ക്യാമ്പസിന് മുന്നിൽ നടത്തിയത്. ആദ്യം വിദ്യാർത്ഥികൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല, ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു. പോലീസിന്റെ വലിയ സുരക്ഷയുണ്ടായിരുന്നു. പുറത്ത് ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ കനത്ത മഴ പെയ്തു. അത് ഒന്നും വകവയ്ക്കാതെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോയി. ആ സമയത്ത് അതിലൂടെ വന്ന അധ്യാപകരുടെ വാഹനങ്ങൾ അവർ തടഞ്ഞു. അതുപോലെ തന്നെ ഈ MA കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള ബിന്നി വർഗീസ് ആ വഴിക്ക് വന്നു. അദ്ദേഹത്തെയും തടഞ്ഞു. പിന്നീട് പോലീസ് ഇടപെട്ട് വാഹനം അകത്തേക്ക് കടത്തിവിടുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികൾ ആ ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്ന് നഷ്ടപരിഹാരം നൽകണം, മിച്ചി മാർപ്പുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം, ഈ മരണത്തിന് കാരണക്കാരായ ഡീൻ, കോളേജ് പ്രിൻസിപ്പൽ എന്നിവർക്കെതിരെ നടപടി വേണം, അവർ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. അങ്ങനെ ആ പ്രതിഷേധം അവിടെ ശക്തമായി തന്നെ തുടർന്നു. ഇത് മാത്രമല്ല, വിദ്യാർത്ഥികൾ ഉന്നയിച്ച വേറൊരു ആവശ്യം, മാനേജ്മെന്റ് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവണം, തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാനേജ്മെന്റ് മറുപടി പറയണം എന്നീ ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിച്ചു. അങ്ങനെ ഏതാണ്ട് 12:30യോടുകൂടി ഈ പ്രതിഷേധം തുടരുന്നതിനിടെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ബോസ് അദ്ദേഹം അവിടേക്ക് വന്നു. അങ്ങനെ ആ പ്രതിഷേധത്തിനിടയിലേക്ക് വന്ന് എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രിൻസിപ്പൾ വായിക്കുകയാണ് ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, കുറ്റക്കാരായവർക്കെതിരെ പോലീസ് അന്വേഷണത്തിൽ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ യുക്തമായ നടപടി സ്വീകരിക്കും. ഈ പറയുന്ന ഈ മിച്ചിയുടെ കുടുംബത്തിന് അവരുടെ മാതാപിതാക്കളുമായി സംസാരിച്ച ശേഷം നഷ്ടപരിഹാരം തീരുമാനിക്കും. അടുത്ത ദിവസം PTA യോഗം ചേരും. ആ PTA യോഗം ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇന്നോ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ഒരു കേസും എടുക്കില്ല എന്നീ കാര്യങ്ങൾ മാത്രം ഒരു പ്രസ്താവനയായി മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് പ്രിൻസിപ്പൽ വായിച്ചു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കോ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കോ മറുപടി പറയാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കി. ഇക്കാര്യത്തിൽ തങ്ങൾക്കും കുറേ ചോദ്യങ്ങളുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ആ ചോദ്യങ്ങൾക്ക് മാനേജ്മെന്റ് മറുപടി പറയണം എന്നുള്ള ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. ഈ ഘട്ടത്തിൽ പ്രതിഷേധം കൂടുതൽ കനക്കുകയും ഈ ഗേറ്റ് തുറന്നുകൊണ്ട് വിദ്യാർത്ഥികൾ
കോളേജിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ അത് അകത്ത് പ്രവേശിച്ച ശേഷം പ്രിൻസിപ്പാളിൻ്റെ റൂമിന് മുന്നിൽ കുത്തിയിരുന്ന് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചു. അവർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഈ എഴുതി തയ്യാറാക്കിയ പ്രസ്താവന, അതായത് പ്രിൻസിപ്പൽ പറഞ്ഞ ആ കാര്യങ്ങൾ, അതായത് ഈ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കും, നഷ്ടപരിഹാരം നൽകുന്നത് പരിഗണിക്കും, അങ്ങനെ വിവിധ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾ പറയുന്നത് പ്രിൻസിപ്പൽ പറഞ്ഞ ആ കാര്യങ്ങളിലൊന്നും നേരത്തെ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം തന്നെ ഇല്ല, അതിൽ പകുതിയും അതിൽ നിന്ന് അവർ ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു. അതിൽ ആ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം, തുറന്ന ചർച്ചയ്ക്ക് മാനേജ്മെൻറ്റ് തയ്യാറാകണം, മിച്ചിയുടെ മരണത്തിന് മാനേജ്മെൻറ്റ് മറുപടി പറയണം. ഇങ്ങനെ ആവശ്യങ്ങളാണ് മാനേജിന് മുന്നിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. ഈ സമയം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കൂടി വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് മാനേജ്മെൻറ്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 20 വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യാമെന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് വിദ്യാർത്ഥികൾ വഴങ്ങുമോ എന്നുള്ളതും അറിയില്ല. അവർക്ക് കോളേജിന് മുഴുവനായി ഒരു മറുപടിയാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് കോതമംഗലം MA കോളേജിൽ മിച്ചി മർപ്പു എന്ന അരുണാചൽ പ്രദേശ് സ്വദേശിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഇയർ ബാക്ക് ആയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മിച്ചി ജീവൻ ഒടുക്കുന്നത്. കോളേജിലെ ഈ സിസ്റ്റത്തിൻ്റെ തകരാറാണ് ഇത്തരത്തിൽ ഈ ബുദ്ധിമുട്ടിലേക്കൊക്കെ നയിച്ചതെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നൊരു കാര്യം. കാരണം ഈ ക്രെഡിറ്റ് സിസ്റ്റം, കേരള സാങ്കേതിക സർവകലാശാലയുടെ ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്, പക്ഷേ അത് പാലിക്കാതെ ഇവിടെ ക്രെഡിറ്റ് സ്കോർ വളരെ കൂടുതലാണ്. അത് വിദ്യാർത്ഥികൾ ഇയർ ബാക്ക് ആകുന്നതിന് ഒരു പ്രധാന കാരണമാകുന്നു. ഇനിയിപ്പോൾ ഇയർ ബാക്കായി ഒരു പരീക്ഷ എഴുതണമെങ്കിൽ അതിന് 6000 രൂപയാണ് ഫീസ്. അങ്ങനെ അതെല്ലാം വന്നൊരു സമ്മർദ്ദത്തിലാണ് പിന്നീട് ആ വിദ്യാർത്ഥി ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതായാലും ഈ സമരത്തിന് പിന്നാലെയും മിച്ചിയുടെ മരണത്തിന് പിന്നാലെയും ആ പരീക്ഷയുടെ ഫീസ് കുറച്ചിട്ടുണ്ട്. 6000 ആയിരുന്നു, അത് 1000 കുറയ്ക്കാൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയർ ബാക്കായ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള സർക്കുലർ രാവിലെ അവർ പുറത്തിറക്കുകയും ചെയ്തു. ഏതായാലും വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. അവർക്ക് വേണ്ട മറുപടി അത് മാനേജ്മെന്റ് പറയണം. ഈ മരണത്തിൽ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ അവിടെ തുടരുന്നത്. അതെ, സഹപാഠിക്ക് നീതി നേടിക്കൊടുക്കാനായി ഒരു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും രാവിലെ മുതൽ കോളേജിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അരുണാചൽ സ്വദേശിയായ മിർച്ചി മാർപ്പുവിൻ്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണം, മാനേജ്മെൻറ്റ് തങ്ങളുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിലവിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുന്നത്. വിവരങ്ങൾ നൽകിയത് ആൻ്റണി ജി ജോർജാണ്.